ഒരു കാര്യം വ്യക്തമാണ്, ഈ ഇന്ററിം റിലീഫ് റിജക്റ്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പാസാക്കിയ ഓർഡറുകളും കാരണങ്ങളും ഒന്നും തന്നെ സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. മുഖമടച്ചുള്ള അടി തന്നെയാണെന്നുള്ളത് ആ റീസണിങ് കണ്ടാൽ മനസ്സിലാവും. ഒന്നാമത് പ്രഥമ ദൃഷ്ടിയായി ഈ കേസ് നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ ശ്രീ കപിൽ സിബലിനെ പോലെ പതിറ്റാണ്ടുകളുടെ അനുഭവം കോളറിൽ പേറുന്ന അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ബില്ലിനി സെറ്റിൽ ചെയ്യാൻ വേണ്ടി എവിടുന്ന് കടമെടുക്കണമെന്നായിരിക്കും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. കേരളം ആവശ്യപ്പെട്ട ഒരു ഇടക്കാലാശ്വാസം സുപ്രീം കോടതി കൊടുത്തില്ല. കാരണം ബഹുമാനപ്പെട്ട കോടതിക്ക് അങ്ങനെ ഒരു ആഡ് ഇൻറ്ററിം ഇൻജങ്ഷൻ, ഒരു ഇടക്കാല നിർദ്ദേശം കൊടുക്കുന്നതിനകത്ത് ലോകമെമ്പാടും പിന്തുടർന്നു പോകുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മൂന്ന് ത്രിമുഖ പരിശോധനയാണ്, ട്രിപ്പിൾ ടെസ്റ്റ്. അത് പരിശോധിച്ചതിന് ശേഷം ഓരോ മുഖത്തിലും കേരളത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോയതുകൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല. നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഗൗരവകരമായിട്ടുള്ള നിയമ ചോദ്യങ്ങൾ ഉയർന്നു വന്നു എന്ന കാരണം കൊണ്ട് തന്നെയാണ് അതൊരു ഭരണഘടനാ ബെഞ്ചിന് വിടുകയുണ്ടായത്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനോട് നീതി പുലർത്താനൊക്കില്ല, ഈ നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത നിയമ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനകത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കോപ്പ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എക്സസൈസബിൾ ബൈ ദിസ് കോർട്ട് വിത്ത് റെസ്പെക്ട് ടു ഫിസ്ക്കൽ പോളിസി വിച്ച് ഈസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ആർട്ടിക്കിൾ 293. അപ്പോൾ ഇത്തരത്തിൽ ഒരു പോളിസിയെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയുമോ? ഏതൊരവസരത്തിൽ 293ാമത്തെ വകുപ്പിൻ്റെ, അതായത് 293ാമത്തെ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്തിന് അതിനകത്ത് 3 ഉപവകുപ്പുകളുണ്ട്. സാങ്കേതികത്വം കൊണ്ടുവന്ന് ഞാൻ കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതിനകത്ത് സംസ്ഥാന നിയമനിർമ്മാണ സഭ പ്രിസ്ക്രൈബ് ചെയ്യുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് ലോൺസ് റൈസ് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ചെയ്യേണ്ടത് എന്നിരിക്കെ കേന്ദ്ര നിയമനിർമ്മാണ സഭ FRBM ആക്ടിലെ 2018 അമെൻമെൻറ്റിനെ കുറിച്ചാണ് അതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ സുപ്രീം കോടതി നിയമപരമായിട്ട് പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ കേസ് അപ്രസക്തമാണ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്ന ശബരിമല കേസ് അപ്രസക്തമാണെന്ന് നമുക്ക് പറയാനൊക്കുമോ വിഷയങ്ങൾ? കാരണം 9 ജഡ്ജ് ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ലഘുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ പ്രശ്നങ്ങളാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ ആഡ് ഇൻറ്ററിം ഇൻജങ്ഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് കേരളം പറയുന്നത് നെറ്റ് സീലിംഗ് ലിമിറ്റ് സുപ്രീം കോടതി തട്ടിക്കളയണമെന്നാണ്. അതായത് കേന്ദ്ര സർക്കാർ നിയമപ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ലിമിറ്റ് തകർത്ത് കളയണമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം തകർത്ത് കളയണമെന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരികയാണെങ്കിൽ പിന്നീട് അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്നൊരു കാഴ്ചപ്പാടോടുകൂടി, പിന്നെ താങ്കൾ ശ്രീ വിനു ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്റ്റേറ്റിൽ ഉണ്ടായെന്നുള്ളത് സുപ്രീം കോടതി അടിവരയിട്ട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ തന്നെ കോടതി വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് റെഫർ ചെയ്യുന്നു. എന്നാൽ ഇൻറ്ററിം റിലീഫ് അത് നിരാകരിച്ചത് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞത്, ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഗൗരവകരമായിട്ടുള്ള നിയമ ചോദ്യങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടേതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സാമ്പത്തിക ഡിസ്പ്യൂട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് സെറ്റിൽ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. പലതവണ അവരെ കൂടിയിരുത്തി സംസാരിപ്പിക്കാൻ നോക്കിയില്ലേ? കേരളത്തിൻ്റെ വാശി കാരണമല്ലേ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാതിരുന്നത്? അങ്ങനൊരു കണ്ടീഷൻ കോടതിക്ക് ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കത്തില്ല. കാരണം 131 വകുപ്പ് അനുസരിച്ച് കേസ് കൊടുക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. സംസ്ഥാനത്തിനെതിരെ കേസ് കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശമാണ്. എന്നിരിക്കെ അങ്ങനെയുള്ള ഉപാധികൾ വെക്കാൻ പാടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് അവർ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ കേരളത്തിൻ്റെ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കൺസീഡ് ചെയ്യാൻ കഴിയുന്നതിൽ വളരെ അധികമായിരുന്നു. പിന്നെ ഈ ചർച്ചയിൽ ഇതുവരെ സൂചിപ്പിച്ചതെല്ലാം ശരി തന്നെയാണ്. ഈ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ചും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, 266 വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടേത് പ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ട്, സഞ്ചിത നിധി, അതുപോലെ തന്നെ പൊതുനിധി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്. ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്നത് നാം ജനങ്ങൾ സർക്കാരിനെ ഒരു ട്രസ്റ്റിയായിട്ട്, സർക്കാരിനെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് നിയമപ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന പണമാണ്. അത് സർക്കാരിൻ്റെ പണമല്ല. ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ബാധ്യത വർദ്ധിപ്പിക്കുവാൻ സീമകളില്ലാതെ അധികാരം തങ്ങൾക്കുണ്ട് എന്ന് ഭരണഘടനയെ നോക്കി കണ്ണടച്ച് വാശി പിടിക്കുവാൻ
കഴിയുകയില്ല. അതൊക്കെയാണ് കോടതി അത്തരത്തിലുള്ള മർക്കടമുഷ്ടിയൊന്നും കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു ഓർഡർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. പിന്നെ ഇതുവരെ ചർച്ചകളിൽ സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ്, ഈ ദേശീയ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഇപ്പം സാമ്പത്തികമായ അസ്ഥിരത ഉണ്ടാകുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 360 വകുപ്പ് പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിലെമ്പാടുമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കോട്ടം സംഭവിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിലല്ല, ഒരു സംസ്ഥാനത്തിലോ ഈവൻ ഒരു സംസ്ഥാനത്തിൽ കുറച്ച് ജില്ലകളിൽ വരെയും ഏർപ്പെടുത്താൻ കഴിയും. എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും എന്ന് മാത്രമല്ല, മണി ബില്ലുകൾ ഉൾപ്പെടെയുള്ളത് പാസ്സാക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കേന്ദ്രത്തിന് കഴിയും. അപ്പോൾ ഈ നമുക്ക് ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ സാമ്പത്തിക സ്ഥിരതയെ അടിയറവ് വെച്ചുകൊണ്ടല്ല. ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കുകളുടെ ഒരു സംഗമസ്ഥാനമല്ല. വളരെ നിയതമായിട്ടുള്ള ചട്ടങ്ങൾ വഴി കേന്ദ്രീകൃതമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള, എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അമിത അധികാരം പ്രയോഗിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് സംസ്ഥാനങ്ങളിൽ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് ഉതകുന്ന തരത്തിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ്. പക്ഷേ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നിയമ ചോദ്യങ്ങൾ അത് പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇടക്കാല ആശ്വാസം കൊടുത്തില്ല. അപ്പോൾ താങ്കൾ ചോദിച്ചത് കേരളത്തിന് ഗുണം ചെയ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, വരുന്ന സർക്കാരുകൾക്ക്, അത് കേരളത്തിലല്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലെയും സർക്കാരുകൾക്ക് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതും ക്ലെയിം ചെയ്യുന്നതും സംബന്ധിച്ച് ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റായിട്ട് ഇത് മാറും. പക്ഷേ ഈ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിൻ്റെ റെമഡി സുപ്രീം കോടതി കൊടുക്കും എന്നൊരു പെട്ടെന്ന് ഒരു ഉത്തരവ് പാസ്സാക്കും എന്നൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അസ്ഥാനത്തായി പോയി. നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള നിയമ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടും കേന്ദ്ര നിയമം വഴി എങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തെ നിയന്ത്രിക്കാൻ കഴിയും ഈ 293 വകുപ്പിൻ്റെ വെളിച്ചത്തിലെന്നുള്ള വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രസക്തമാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ശ്രീ കപിൽ സിബലിനെ പോലെ പതിറ്റാണ്ടുകളുടെ അനുഭവം കോളറിൽ പേറുന്ന അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ബില്ലിനി സെറ്റിൽ ചെയ്യാൻ വേണ്ടി എവിടുന്ന് കടമെടുക്കണമെന്നായിരിക്കും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ ഇൻ്ററിം റിലീഫ് റിജക്റ്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പാസ്സാക്കിയ ഓർഡറുകളും കാരണങ്ങളും ഒന്നും തന്നെ സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. മുഖമടച്ചുള്ള അടി തന്നെയാണെന്നുള്ളത് ആ റീസണിങ് കണ്ടാൽ മനസ്സിലാവും. ഒന്നാമത് പ്രഥമ ദൃഷ്ടിയായി ഈ കേസ് നിലനിൽക്കുന്നതല്ല. ഈ പറഞ്ഞിട്ടുള്ള കണക്കുകളെയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ അതിനെയൊക്കെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് കൊടുക്കാനൊക്കത്തില്ല. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു സീലിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് തകർക്കാൻ കഴിയത്തില്ല. നാളെ മുതലൊന്ന് ചെയ്യരുതെന്നല്ല, ചെയ്തത് തകർത്ത് കളയണമെന്ന് പറയുന്നത് അത് സാധിക്കുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. എന്നിട്ട് ഈ ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്ന സംഭവത്തിലാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഇപ്പോൾ ഈ കടമെടുക്കാനുള്ള പരിധി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാനത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പം സംസ്ഥാനത്തിന് അമിതാധികാരം കൊടുക്കുകയാണെങ്കിൽ, ഫൈനലി ഈ സൂട്ട് ഡിസ്മിസ് ചെയ്യപ്പെടുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയെ വരെയും അത് ബാധിക്കുമെന്ന് പറയുന്നതിലൂടെ വളരെ നെഗറ്റീവായിട്ടുള്ള കേരളത്തിൻ്റെ ഈ സമീപനത്തെക്കുറിച്ചും ആവശ്യത്തിനെക്കുറിച്ചും വളരെ നെഗറ്റീവായിട്ടുള്ള സുപ്രീം കോടതിയുടെ സൂക്ഷ്മ ദൃഷ്ടിയാണ്. ഈ പണം പിന്നീട് എങ്ങനെ തിരിച്ചെടുക്കും? കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള കംപ്ലീറ്റ് നിയന്ത്രണങ്ങൾ പാളിപ്പോകും. അത് രാജ്യത്തിനൊട്ടാകെ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുമെന്ന് ആശങ്കയ്ക്കിടയില്ലാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഇറിപ്പയറബിൾ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് പരിഹരിക്കാനൊക്കാത്ത തരത്തിലുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാകുമെന്ന് കേരളം പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അസ്ഥിരതയും ഭരണപ്രതിസന്ധിയും മുൻപിൽ കണ്ടുകൊണ്ടാണ്. അതൊരു വലിയ സത്യവുമാണ്. എല്ലാവർക്കും അറിയാം എന്താണ് ഇനി വരുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് കേരളം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ സുപ്രീം കോടതി വളരെ അതിനെ വളരെ സില്ലിയായിട്ട് എടുത്തുകൊണ്ട് നിഷ്കരുണം തള്ളുകയാണ് ചെയ്തത്. കാരണം കോടതി പറയുന്നത് ഈ മോണിറ്ററി ഡാമേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇറിപ്പറബിൾ ലോസ് അല്ല, പിന്നീട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനകത്ത് അതിനകത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം. അവർ തന്നെയാണ് ഈ അമിതഭാരം കയറ്റിവെച്ചതും ഈ കപ്പൽ കടലിലേക്ക് തള്ളിവിട്ടതും ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയ നയങ്ങൾ അവരുടെ തന്നെയാണ്.
പക്ഷേ ഇപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് കോമ്പൻസേറ്റ് ചെയ്യാമല്ലോ എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ഗൗരവകരമായ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ മുഖവിലേക്കെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. മോണിറ്ററി ഡാമേജ് എന്നുള്ളത് പിന്നീട് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന. അപ്പോൾ ഈ ഭരണപ്രതിസന്ധിയുടെ അതിതീവ്രതയും അതിൻ്റെ ഗൗരവവും ഒന്നും തന്നെ സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സിബലിനെ പോലെ ഇത്ര പണ്ഡിതവരേണ്യനായ ഒരു വ്യക്തി ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയതിലൂടെ ഇൻ്ററിം റിലീഫ് ഡിനൈ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് ഒരു മുഖമടച്ച ഒരു അടി തന്നെയാണ്. നിയമചോദ്യങ്ങൾ അത് എങ്ങനെയാണെങ്കിലും സുപ്രീം കോടതി ഇനി അത് ആത്യന്തികമായിട്ട് അത് തീരുമാനിക്കട്ടെ. ഇങ്ങനെയോ അങ്ങനെയോ ആകാം. ബട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രതീക്ഷയുണ്ടെന്ന്. പക്ഷേ ഒരു നിയമവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഖ്യാനത്തിൻ്റെ വഴികൾ തുറന്നു വരുന്നത് അത് നമുക്ക് കൗതുകം ഉണർത്തുന്നത് തന്നെയാണ്.